അസ്സലാമു അലൈക്കും. അമ്പിളിച്ചിരുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹജറ. അമ്പിളിച്ചിരുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹജറ. സമ്പൂർണ്ണദീനിൽ തിളങ്ങുമീ ഹജറ ത്യാഗങ്ങളേറെ സഹിച്ച ബി ഹജറ. സമ്പൂർണ്ണദീനിൽ തിളങ്ങുമീ ഹജറ ത്യാഗങ്ങളേറെ സഹിച്ച ബി ഹജറ. ആരും പൂകത്തുന്ന തൂമങ്ക ഹജറ, ആരും പൂകത്തുന്ന തൂമങ്ക ഹജറ. അഹദായ നാഥനെ സ്നേഹിച്ചു ഹാജറ, സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ. സഫ മർവ കഥയിലും ബീബി ഹാജറ. അമ്പിളിച്ചിരുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹജറ. തനിമുനസ്മയിലൂടത്ത് ഹജറ കഅബ ശരീഫിങ്കൽ ചെല്ലുന്നു ഹജറ. തനിമുനസ്മയിലൂടത്ത് ഹജറ കഅബ ശരീഫിങ്കൽ ചെല്ലുന്നു ഹജറ. കൈക്കുഞ്ഞിൻ പൈതാഹം തീർക്കുവാൻ ഹജറ, കൈക്കുഞ്ഞിൻ പൈതാഹം തീർക്കുവാൻ ഹജറ. അഹദായ നാഥനെ സ്നേഹിച്ചു ഹാജറ, സംസം കൊണ്ട് അതിശയം പൂണ്ട് ഹാജറ. സഫ മർവ കഥയിലും ബീബി ഹാജറ. അമ്പിളിച്ചിരുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹജറ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മനോഹര സുദിനത്തിൽ രണ്ടു വാക്കു സംസാരിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പുണ്യപ്രവാചകൻ്റെ കാരുണ്യത്തിന് പൂർണ്ണമായും വർണ്ണിക്കാൻ എനിക്ക് എൻ്റെ കൊച്ചു പ്രസംഗത്തിലൂടെ കഴിയില്ല. ലോകത്തുള്ള സർവ്വജീവജാലങ്ങളോട് കരുണ കാണിക്കാൻ എന്ന കാരുണ്യത്തിൻ്റെ വചനവുമായിട്ടാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതനായത്. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ലെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചു. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു കഴിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ലെന്ന് നമ്മോട് മുത്തുനബി പറഞ്ഞു. അയൽപ്പക്ക ബന്ധത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും പ്രാധാന്യത്തെ ശക്തിപ്പെടുത്തി പറഞ്ഞ മറ്റൊരു നേതാവിനെ ലോകചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല. അന്നവും പാനീയവും നൽകാതെ തന്നെ ബഹിഷ്കരിച്ചു. ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിൽ ചാർത്തി. എന്നിട്ട് പോലും മാപ്പ് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ തന്നെ മാപ്പു നൽകി.
മാപ്പ് നൽകിയ മുത്തുനബി ലോകം കണ്ട ഏറ്റവും വലിയ കരുണക്കടലാണ്. ആ പ്രവാചകന്റെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടു സ്വർഗം നേടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെള്ളി നില പോൽ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചമനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലറിയാസീനമ്പിളിയേ ചെമ്മലറിയാസീനമ്പിളിയേ. വെള്ളി നില പോൽ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചമനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലറിയാസീനമ്പിളിയേ ചെമ്മലറിയാസീനമ്പിളിയേ. പാൽ നില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു. പാൽ നില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു. വെള്ളി നില പോൽ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചമനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലറിയാസീനമ്പിളിയേ ചെമ്മലറിയാസീനമ്പിളിയേ. മാമരങ്ങളോതി സലാമന്ത്യദൂതില് മാലകൾ കോർത്തിടുന്നു വിണ്ണിൽ താരകങ്ങള്. ഹാഷിം ഖുറൈശിയിലെ ചെമ്മലർ നൂറേ ആരിലും പിരിഷമേക്കും തങ്ക സിറാജേ ആരിലും പിരിഷമേക്കും തങ്ക സിറാജേ. പാൽ നില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു. വെള്ളി നില പോൽ സുന്ദരനോ പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചമനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലറിയാസീനമ്പിളിയേ ചെമ്മലറിയാസീനമ്പിളിയേ. അസ്സലാമു അലൈക്കും. مصطفى مصطفى منبع للصفا سيد الأنبياء مشعد في الوفاء كان في أنبه ليدا مدفا هن قلبي له فهو شوقا إليه ليس أرجو سوى شوبة لليدين الصلاة عليه والسلام عليه للسماء اللقاء فهدى باللقاء كانت تشعبه بسمة في اللقاء كانت تشعبه بسمة في القرى مصطفى مصطفى منبع للصفا سيد الأنبياء مشعد في الوفاء كان في عمه ليدا مدفا. السلام عليكم. السلام عليكم ورحمة الله وبركاته. مرحبا مرحبا يا نور عيني مرحبا مرحبا جد الحسين مرحبا مرحبا أهلا وسهلا مرحبا مرحبا يا خير داعي يا رسول الله أهلا بك النبي
نسعد وبه جاهه يا إلهي جد وبلغ كل مقصاد يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم مرحبا مرحبا يا نور عيني مرحبا مرحبا جد الحسين مرحبا مرحبا أهلا وسهلا مرحبا مرحبا يا خير داعي يا رسول الله أهلا بك إن بك نسعد وبجاهه يا إلهي جد وبلغ كل مقصاد يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم مرحبا مرحبا يا نور عيني مرحبا مرحبا جد الحسين مرحبا مرحبا أهلا وسهلا مرحبا مرحبا يا خير داعي يا رسول الله أهلا بك إن بك نسعد وبجاهه يا إلهي جد وبلغ كل مقصاد يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم مرحبا مرحبا يا نور عيني مرحبا مرحبا جد الحسين مرحبا مرحبا أهلا وسهلا مرحبا مرحبا يا خير داعي السلام عليكم السلام عليكم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. السلام عليكم. പ്രിയമുള്ള ഉസ്താദുമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കഥയാണെന്നറിയാമോ കൂട്ടുകാരെ? നമ്മുടെ മുത്ത് നബിയുടെ കഥയാണ് കേട്ടോ. ഒരു ചെറിയ കഥ. ഒരു ദിവസം നബി തങ്ങൾ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അതാ ഒരു കൂട്ടം ആളുകൾ വരുന്നു. അവർ നബിയെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. ഭ്രാന്തൻ എന്നുവരെ അവർ നബി തങ്ങളെ വിളിച്ചു കളിയാക്കി. പാവം നമ്മുടെ നബി തങ്ങൾ അതെല്ലാം പുഞ്ചിരിച്ചു കൊണ്ട് കേട്ടു നിന്നു. അവരിൽ നിന്ന് ചിലർ കല്ലെടുത്തെറിയാൻ തുടങ്ങി. നബി തങ്ങളുടെ കാലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നുകൊണ്ട് ചോദിച്ചു, പുന്നാര നബിയെ, ഈ കാണുന്ന മലകൾ അവർക്ക് മുകളിൽ ഞാൻ മറിക്കട്ടെയോ? അപ്പോൾ നമ്മുടെ മുത്ത് നബിയുടെ മറുപടി എന്താണെന്നറിയാമോ കൂട്ടുകാരെ? വേണ്ട ജിബ്രീലേ, വേണ്ട, അവർ അറിവില്ലാത്ത സമുദായക്കാരാണ്.
എന്തൊരു നല്ല സ്വഭാവമല്ലേ കൂട്ടുകാരെ. ഇങ്ങനെയുള്ള സ്വഭാവമാണ് നമുക്കും വേണ്ടത്. റബ്ബ് തൗഫീക്ക് നൽകട്ടെ, ആമീൻ. ഇത് പറഞ്ഞ് ഞാൻ എൻ്റെ ചെറിയ കഥ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم. عشق رسول الله نور حبيب الله. عشق رسول الله نور حبيب الله. കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുടെ പോകണം. നടന്നു നടന്നു മുത്തിൻ്റെ ചാരത്ത് ഒന്നുടെ ചെല്ലണം. കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുടെ പോകണം. നടന്നു നടന്നു മുത്തിൻ്റെ ചാരത്ത് ഒന്നുടെ ചെല്ലണം. കരണ്ട് കരണ്ട് മനസ്സ് കൊതിച്ച കഥകൾ പറയണം. കരള് പൊറിച്ചു കൊടുത്തു ഹബീബിന് ഇഷ്ക് വാങ്ങണം. കരണ്ട് കരണ്ട് മനസ്സ് കൊതിച്ച കഥകൾ പറയണം. കരള് പറിച്ചു കൊടുത്തു ഹബീബിന് ഇഷ്ക് വാങ്ങണം. അങ്ങനെ ആശിക്കായി തീരണം. കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുടെ പോകണം. നടന്നു നടന്നു മുത്തിൻ്റെ ചാരത്ത് ഒന്നുടെ ചെല്ലണം. സുദീഖരുടെ നന്മയും ഹുബ്ബു റസൂല്. ഉമർ ഫാറൂഖിൻ്റെ ഹൃദയം ഹുബ്ബു റസൂല്. അലിയാരുടെ ശൂരതയും ഹുബ്ബു റസൂല്. ഉസ്മാനിലെ വിനയവും ഹുബ്ബു റസൂല്. ഹുബ്ബു റസൂല് ഉള്ളിൽ കൊണ്ടാൽ ദുനിയാവ് നരകം, മദീന മാത്രം സ്വർഗം. ഹുബ്ബു റസൂല് ഉള്ളിൽ കൊണ്ടാൽ ദുനിയാവ് നരകം, മദീന മാത്രം സ്വർഗം. കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുടെ പോകണം. നടന്നു നടന്നു മുത്തിൻ്റെ ചാരത്ത് ഒന്നുടെ ചെല്ലണം. കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുടെ പോകണം. നടന്നു നടന്നു മുത്തിൻ്റെ ചാരത്ത് ഒന്നുടെ ചെല്ലണം. അനുരാഗം പെയ്തു വയ്യത് ഹുബ്ബു നബി. അതിലേറെ ആഗ്രഹം അത് ഹുബ്ബു നബി. അനുരാഗം പെയ്തു വയ്യത് ഹുബ്ബു നബി. അതിലേറെ ആഗ്രഹം അത് ഹുബ്ബു നബി. ഇശലിലും ഗസലിലും നബി നിറയുന്നു. പാതിരാവിൽ കിനാവിലും ഹബീബ് വന്നു. ഇശലിലും ഗസലിലും നബി നിറയുന്നു. പാതിരാവിൽ കിനാവിലും ഹബീബ് വന്നു. മദീന വന്നു, റൗള മനസ്സിൽ വന്നു. കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുടെ പോകണം. നടന്നു നടന്നു മുത്തിൻ്റെ ചാരത്ത് ഒന്നുടെ ചെല്ലണം. കരണ്ട് കരണ്ട് മനസ്സ് കൊതിച്ച കഥകൾ പറയണം. കരള് പറിച്ചു കൊടുത്തു ഹബീബിന് ഇഷ്ക് വാങ്ങണം. അങ്ങനെ ആശിക്കായി തീരണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസർമുല്ല മലര് നബി നബി ഹബീബിയ. ഹസനത്തിൻ അസല് നബി 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 ഹബീബിയ. അസർമുല്ല മലര് നബി നബി ഹബീബിയ. ഹസനത്തിൻ അസല് നബി നബി ഹബീബിയ. അസ്വദ് മഹിയല്ല ബിയലി മതമായി ഉദിച്ചുള്ള മധുരമിതാ. അഷ്ഹദ് കലിമ അലങ്കൃത പൊലിമ വിധിച്ചുള്ള മഹിമയിതാ. അസർമുല്ല മലര് നബി നബി ഹബീബിയ. ഹസനത്തിൻ അസല് നബി നബി ഹബീബിയ. അഹദവന്റെ
അമ്പിയര അകമലരോ അമ്പിളിയ അഹദവന്റെ അമ്പിയര അകമലരോ അമ്പിളിയ അമ്പിളിപ്പൂവേ നബിയാ അമ്പര ചിന്തും നിധിയാ അമ്പിളിപ്പൂവേ നബിയാ അമ്പര ചിന്തും നിധിയാ ചൊങ്കാര രംഗാര പൊന്നാര മുത്ത് അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ അസലി നബി നബി ഹബീബിയാ റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി തികവർ നബി മികവായ് മികവറ്റൊരു മതിയായ് തികവർ നബി മികവായ് മികവറ്റൊരു മതിയായ് അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ അസലി നബി നബി ഹബീബിയാ അസ്വദ് മഹിയല്ല ബിയൽ മതമായി ഉദിച്ചുള്ള മധുരമിതാ അഷ്ഹദ് കലിമാലങ്കൃത പൊലിമ വിധിച്ചുള്ള മഹിമൈതാ അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ അസല് നബി നബി ഹബീബിയാ അസ്സലാമു അലൈക്കും Respected Ustad, parents, and my dear friends, on this beautiful day that makes the world happy, let me also say a few words about our Prophet Muhammad sallallahu alaihi wasallam. Our Prophet's greatest miracle is Holy Quran. It is a message from Allah subhanahu wa ta'ala to humanity. The Prophet Muhammad sallallahu alaihi wasallam was 40 years old when the Quran began to reveal to him, and he was 63 years old when the revolution was completed. Every Muslim should have a strong connection in building a strong relationship in reciting Quran daily. I end my little speech with the good message to everyone. Assalamu alaikum wa rahmatullahi wa barakatuh. السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. Today, I want to share something very special about our Prophet Muhammad sallallahu alaihi wasallam with you. He was a great example of kindness, honesty, and care. Even though he lived many years ago, the lessons we can learn from his childhood are still important for us today. Dear audience, the first childhood lesson from Prophet Muhammad sallallahu alaihi wasallam is being kind and caring. When Prophet Muhammad sallallahu alaihi wasallam was a child, he was known for being very kind and caring. He always helped others and treated everyone with respect. We can learn from him by being kind to our friends, family, and even other people we don't know well. The second one is telling the truth. One of the most important things Prophet Muhammad sallallahu alaihi wasallam did was always tell the truth. Even when it was difficult, he never lied. This teaches us that honesty is very important. When we tell the truth, we build trust and show that we are reliable. The major one is respecting our parents and elders. Prophet Muhammad sallallahu alaihi wasallam always showed great respect to his parents and elders.
He listened to them and cared for them. This is something we can all do. Listen to our parents, respect our teachers and other adults. The, it helps build a loving and supportive environment for everyone. He said that "Al-tahta aqdamul ummahatul jannah." The fourth one is learning and growing. As a child, Prophet Muhammad sallallahu alaihi wasallam loved to learn. He asked questions and tried to understand the world around him. This reminds us that learning is a wonderful journey. Whether it's at home or at school, being curious and eager to learn helps us grow and become better people. The fifth one is being patient. Sometimes things don't go the way we want them to and can be frustrating. But Prophet Muhammad sallallahu alaihi wasallam taught us to be patient and stay calm. When we are patient, we can handle challenges better and keep a positive attitude. At last, I want to conclude my speech by emphasizing that the childhood of Prophet Muhammad sallallahu alaihi wasallam gives us many lessons to think about and follow. By being kind, honest, respectful, truthful, eager to learn, we can all make the world a better place and be better friends, students, and people. Thank you for listening. Let's try to remember these lessons and keep a positive. Let's try to remember these lessons and make our actions reflect the wonderful teachings we have learned today. Assalamu alaikum wa rahmatullahi wa barakatuh. السلام عليكم ورحمة الله. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه والتابعين برضا الله. Respected guests, dear friends, and our fellow members of our community, I think it's a great privilege to speak about the importance of the neighborhood in Islam and the opportunities we find in our expatriate communities, especially in the diverse environments where we find ourselves as expatriates. Regardless of our background, culture, or faith, the bond we form with our neighbors can have a profound impact on our lives and our communities. In many traditions, including Islam, there is a deep emphasis on treating neighbors with kindness and respect. In fact, Islamic teachings remind us to take care of our neighbors, no matter their background. This is especially relevant in our expatriate communities, where neighbors often become like extended families as we live far from our homeland and our loved ones. In one of the guiding principles of Islam, the Quran emphasizes the importance of treating neighbors well. In Surah An-Nisa, it is mentioned, worship God and do good to parents, relatives, orphans, the needy, and our neighbors, whether near or far. This verse reflects the universal value of kindness towards those around us, regardless of religion, ethnicity, or culture. As expatriates, our shared experiences bring us together and offer opportunities to support one another in meaningful ways. The Prophet Muhammad, peace be upon him, also highlighted the importance of neighbors, once saying that we should care for them so deeply that his companions thought neighbors might even inherit from each other. In conclusion, our neighborhoods, especially in expatriate communities, are full of opportunities for connection, learning, and growth. By embracing kindness, respect, understanding, and helpfulness, we can build strong communities where everyone feels welcome and valued. It doesn't matter where you come from or what we believe. Together, we can create neighborhoods full of warmth, peace, and support for all. Assalamu alaikum wa rahmatullah. നേരിൻ സങ്കേതം സൽമാർഗം സാകല്യം നൂറിൻ അനുഗ്രഹം ഈ ജന്മം സാഫല്യം നേരിൻ സങ്കേതം സൽമാർഗം സാകല്യം
നൂറിനനുഗ്രഹം ഈ ജന്മം സാഫല്യം ഈ മുഹബത്തിന്ന മഴയിൽ ഈ മനസ്സും കൊതിരുന്നൊരു നാൾ മണിമുത്തിൻ ചാരി നണയാൻ ഈ റൂഹിൽ ചിരിമോഹം. നബിയൂരേ എൻ പ്രിയ നബിയൂരേ, നബിയൂരേ എൻ പ്രിയ നബിയൂരേ, നബിയൂരേ എൻ പ്രിയ നബിയൂരേ, നബിയൂരേ എൻ പ്രിയ നബിയൂരേ. കാതങ്ങൾ ദൂരെ ആ തിരുറൗസയിൽ കുളിച്ചേറിൽ ചിരി തൂകുവാൻ നൂറിനനുഗ്രഹണം നാറിൻ വൈമാറണം എന്നും എൻ്റെ ഇടനെഞ്ചിൽ മെഹബൂബിൽ മുഖമാറണം. സ്വന്തം ജീവൻ പോലും നൽകിയ പ്രേമിച്ചവർ അന്തം രന്തങ്ങൾ നിന്നിൽക്കിൽ സ്മൃതിയാക്കണം. ഈ അഴകൾ തിരകും താവൽ തണനം ശാന്തമാക്കൂ. ഈ ഹൃദയം പിടയും കലബും നോക്കാൻ നീ കാണുമോ. നബിയൂരേ എൻ പ്രിയ നബിയൂരേ, നബിയൂരേ എൻ പ്രിയ നബിയൂരേ, നബിയൂരേ എൻ പ്രിയ നബിയൂരേ, നബിയൂരേ എൻ പ്രിയ നബിയൂരേ. അസ്സലാമു അലൈക്കും. Assalamu alaikum wa rahmatullahi wa barakatuh. മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മെഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും. മനസ്സേ മനസ്സേ മതിയാകുമോ, നബിയോരെ മടിയിൽ തല ചായ്ക്കുമോ. കണ്ണേ കണ്ണേ കൊതി തീരുമോ, കനിവോര മണ്ണിൽ നീ വീഴുമോ. പുറംതിരിഞ്ഞിട്ട് നടന്നകലുവാൻ കഴിയുമോ നബിയേ, മുഖം തിരിച്ചിട്ട് വിട പറയുവാൻ കഴിയുമോ നബിയേ. മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മെഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും. ഓ ഭൂമിയിലെവിടെയുണ്ട് അതുപോലെ ശാന്തത, പൂവേ അവിടെ നിന്ന് പോരുന്നതെങ്ങന. ഭൂമിയിലെവിടെയുണ്ട് അതുപോലെ ശാന്തത, പൂവേ അവിടെ നിന്ന് പോരുന്നതെങ്ങന. ജന്നത്തുൽ ബഖിയുടെ നടിയിൽ സ്വർഗമാ, ജന്നത്തി സലാം പറഞ്ഞാൽ സുഗന്ധമാ. മൗത്തിനല്ല എങ്കിൽ ഞാൻ മദീനയിലില്ല, മുത്തിനോട് യാത്ര ചൊല്ലിപ്പോരുകയില്ല. നബിയേ അത്രക്കിഷ്ടമാണ് അടുത്തിരിക്കുവാൻ. മദീനയിൽ ചെന്നാൽ മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മെഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും. ഓ ഓ ഏറെ കാത്തിരുന്ന് വന്നൊരു ഭാഗ്യമാ, ദൂരെ 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 പോയാലും നഷ്ടമാ. ഏറെ കാത്തിരുന്ന് വന്നൊരു ഭാഗ്യമാ, ദൂരെ 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 പോയാലും നഷ്ടമാ.
എൻ്റെ കയ്യിലൊന്നുമില്ല ഹബീബരെ, അങ്ങായ നെഞ്ചിനുള്ളിലല്ലേ റസൂലരെ. മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മെഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും. ഓ ഓ മനസ്സേ മനസ്സേ മതിയാകുമോ, നബിയോരെ മടിയിൽ തല ചായ്ക്കുമോ. കണ്ണേ കണ്ണേ കൊതി തീരുമോ, കനിവോര മണ്ണിൽ നീ വീഴുമോ. പുറംതിരിഞ്ഞിട്ട് നടന്നകലുവാൻ കഴിയുമോ നബിയെ, മുഖം തിരിച്ചിട്ട് വിട പറയുവാൻ കഴിയുമോ നബിയെ. മദീനയിൽ ചെന്നാൽ മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മെഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും. ഓ ഓ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Respected Ustad, dear parents and my beloved friends, Assalamu alaikum wa rahmatullah. Today I am very happy to join with you because we are celebrating the birthday of our beloved Prophet Muhammad sallallahu alaihi wasallam. So I want to share some of my thoughts on the topic Prophet of Mercy. Firstly, I praise Allah the Almighty who blessed me with this golden opportunity. Alhamdulillah. Dear in Islam, I think this is the right time to think about the life of Holy Prophet Muhammad sallallahu alaihi wasallam, especially the chapter of his mercy. Allah subhanahu wa ta'ala says, I have sent you as only as the mercy for all the world. This Quranic verse says that Prophet Muhammad sallallahu alaihi wasallam was not only mercy for the human being, also for all the species of animals. Prophet Muhammad sallallahu alaihi wasallam says, Allah would not be merciful to the one who is not merciful to the people. Now, this is the most relevant word according to the condition of the new world. Now is the time to follow the path of Prophet Muhammad sallallahu alaihi wasallam and being the role model of him when the world is being disordered. May Allah bless you to pass the sunnah of Holy Prophet Muhammad sallallahu alaihi wasallam to our life. Ameen. I conclude my words. Assalamu alaikum wa rahmatullah. ഖുർആനിലുണ്ട് വഴികൾ, മുന്തുന്ന മന്ത്രധ്വനികൾ. ഖുർആനിലുണ്ട് വഴികൾ, വഹിയുമായി വന്നണഞ്ഞു ജിബ്രീൽ. ഇഖ്റ എന്ന് മൊഴിഞ്ഞു. ജബലുന്നൂർ താഴ്വരയിൽ ഹിറാ ഗുഹ സാക്ഷിയാ. ജബലുന്നൂർ താഴ്വരയിൽ ഹിറാ ഗുഹ സാക്ഷിയാ. ആദിയിൽ നാദനമൈത്തേ ആദമിൻ മുൻപയുദിത്തേ. ആദര നൂറായി പഠിത്തേ. ആലത്തിനാകെ മുത്തേ. ആലത്തിനാകെ മുത്തേ.
ബദറിന്റെ നാങ്കളത്തിൽ ബദറായി ജ്വലിച്ചു നിന്നു. ബദറിന്റെ നാങ്കളത്തിൽ ബദറായി ജ്വലിച്ചു നിന്നു. ഉഹദിൻ പരാജയത്തിൽ പാടവവും പകർന്നു. ദർശനമാകെ പടർന്നു, തിരുനൂറിനാലുണർന്നു. ദർശനമാകെ പടർന്നു, തിരുനൂറിനാലുണർന്നു. ആദിയിൽ നാദനമൈത്തേ ആദമിൻ മുൻപയുദിത്തേ ആദരനൂറായി പഠിത്തേ. ആലത്തിനാകെ മുത്തേ ആലത്തിനാകെ മുത്തേ. നാഥന്റെ അരുൾ പടിയതുപോൽ നന്മ കൊണ്ട് ദീനുണർന്നു. നാഥന്റെ അരുൾ പടിയതുപോൽ നന്മ കൊണ്ട് ദീനുണർന്നു. നാലുദിക്കും പൊൻ വസന്തം നിത്യമായേ സുഗന്ധം. ത്യാഗങ്ങൾ താണ്ടി നബി തിങ്കളായി തിളങ്ങി. ത്യാഗങ്ങൾ താണ്ടി നബി തിങ്കളായി തിളങ്ങി. ആദിയിൽ നാദനമൈത്തേ ആദമിൻ മുൻപയുദിത്തേ ആദരനൂറായി പഠിത്തേ. ആലത്തിനാകെ മുത്തേ ആലത്തിനാകെ മുത്തേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. അമ്പിയരെല്ലാവർക്കും മുമ്പർ ഹബീബുള്ള അമ്പവൻഡിമ്പപ്പൂ ചെമ്പകനൂറുള്ള തങ്കബശറല്ലേ തിങ്കൾ നബിയല്ലേ ചൊങ്കരിൽ ചൊങ്കരാം എൻ്റെ റസൂലുള്ള. തങ്കബശറല്ലേ തിങ്കൾ നബിയല്ലേ ചൊങ്കരിൽ ചൊങ്കരാം എൻ്റെ റസൂലുള്ള. താരത്തിളക്കാവും തോൽക്കുന്ന മൊഞ്ചാണ് താമരപ്പൂ പോലെ ആമോകം ചേലാണ്. റൂഹിൻ്റെ റൂഹല്ലേ റഹ്മത്ത് ഹോജാവേ റൂഹിൻ്റെ റൂഹല്ലേ റഹ്മത്ത് ഹോജാവേ. സ്വർഗപതി സരണി തന്ന രാജരേ സ്വർഗപതി സരണി തന്ന രാജരേ. അമ്പിയരെല്ലാവർക്കും മുമ്പർ ഹബീബുള്ള അമ്പവൻഡിമ്പപ്പൂ ചെമ്പകനൂറുള്ള തങ്കബശറല്ലേ തിങ്കൾ നബിയല്ലേ ചൊങ്കരിൽ ചൊങ്കരാം എൻ്റെ റസൂലുള്ള. ആദിയിൽ അല്ലാഹു തീർത്ത പ്രകാശമേ ആലത്തിനെല്ലാമേ താരണ നാമമേ മുഹബത്തിൻ ബഹറല്ലേ മുത്ത് മഹബൂബേ മുഹബത്തിൻ ബഹറല്ലേ മൂത്ത് മഹബൂബേ. സ്വർഗപതി സരണി തന്ന രാജരേ സ്വർഗപതി സരണി തന്ന രാജരേ. അമ്പിയരെല്ലാവർക്കും മുമ്പർ ഹബീബുള്ള അമ്പവൻഡിമ്പപ്പൂ ചെമ്പകനൂറുള്ള തങ്കബശറല്ലേ തിങ്കൾ നബിയല്ലേ ചൊങ്കരിൽ ചൊങ്കരാം എൻ്റെ റസൂലുള്ള.
അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മനോഹര സ്തുതിനദിയിൽ നിങ്ങൾക്ക് മുമ്പ് 2 വാക്കു ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ. ആ പുണ്യപ്രവാചകന്റെ കാരുണ്യത്തെ പൂർണ്ണമായി വർണ്ണിക്കുവാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിലൂടെ സാധിക്കുകയില്ല. എന്നാലും ആ പ്രവാചകന്റെ സഹിഷ്ണുത പാഠങ്ങൾ അല്പമെങ്കിലും നിങ്ങൾക്ക് മുമ്പ് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ. പ്രിയമുള്ളവരെ, നന്മയും അധർമ്മത്തെയും നെഞ്ചിലേറ്റിയ അസഹിഷ്ണുത വിഷവത്തുകൾ പാകിയ ഒരു സമുദായത്തിലേക്കായിരുന്നു സഹിഷ്ണുത പാഠങ്ങളുമായി ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണമേ എന്ന കാരുണ്യക്കടലെ അന്ത്യപ്രവാചകൻ ആഗതനായത്. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മൾ പെട്ടവനല്ല എന്ന് നമ്മെ പഠിപ്പിച്ചു. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറയ്ക്കുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്ന് നമ്മളോട് പറഞ്ഞു. അയൽപക്ക ബന്ധത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും പ്രാധാന്യത്തെ ഇത്രമേൽ ശക്തിപ്പെടുത്തി പറഞ്ഞ മറ്റൊരു നേതാവിന് ഈ ലോക ചരിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, തൗഹീദിന് അമര ശബ്ദം പാരിലാകെ മോയിക്കിയപ്പോ സ്വന്തം നാടും വീടും വിട്ടു പോകേണ്ടി വന്നു ആ പ്രവാചകൻ. എന്നിട്ടും ആ നാട് ദുരിതത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ ആ നാടിന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അയച്ചു കൊടുത്തു ആ പ്രവാചകൻ. വീണ്ടും അന്നവും പാനീയം നൽകാതെ തന്നെ ബഹിഷ്കരിച്ചു. ഒട്ടകത്തിന് കുടമാല തന്റെ കഴുത്തിൽ ചാർത്തി. എന്നിട്ട് പോലും യാതൊരു മടിയും കാണിക്കാതെ മാപ്പ് നൽകി ആ പ്രവാചകൻ. ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കരുണക്കടലാണ്. ആ പ്രവാചകന്റെ സഹിഷ്ണുത പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗം നേടുന്നവർ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ, ആമീൻ. വാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകിഴും തങ്കപ്പൂ പൂനാരി ഹാജറ അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേഴും തങ്കപ്പൂ പൂനാരി ഹാജറ സമ്പൂർണ്ണദീനിൽ തിളങ്ങുമീ ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ച ഹാജറ സമ്പൂർണ്ണദീനിൽ തിളങ്ങുമീ ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ച ഹാജറ ആരും പോകൽത്തുന്ന തൂമങ്ക ഹാജർ അഹദായ നാഥനെ സ്നേഹിച്ച ഹാജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സ്വഫ മർവ കഥയിലും ബീബി ഹാജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സ്വഫ മർവ കഥയിലും ബീബി ഹാജറ അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേഴും തങ്കപ്പൂ പൂനാരി ഹാജറ കനിമോയ്സുമായിലോടെത്ത് ഹാജറ കഅബ ശരീഫിൻ കൽ ചൊല്ലുന്നു ഹാജറ കനിമോയ്സുമായിലോടെത്ത് ഹാജറ കഅബ ശരീഫ്
തേടുന്നു ഹാജറ, കൈക്കുഞ്ഞിൻ പൈതഹം തീർക്കുവാൻ ഹാജറ, കരുണാനീതിയോട് തീടുന്നു ഹാജറ, സംസം കണ്ട് അതിശയം പൂണ്ട് ഹാജറ, സ്മരണയാണെന്നും ദീനിൽ ബീബി ഹാജറ, സംസം കണ്ട് അതിശയം പൂണ്ട് ഹാജറ, സ്മരണയാണെന്നും ദീനിൽ ബീബി ഹാജറ, അമ്പിടിച്ചിലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജറ, ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേഴും തങ്കപ്പൂ പൂനാരി ഹാജറ, അമ്പിളിച്ചിലുള്ള അമ്പരുമണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജറ, ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേഴും തങ്കപ്പൂ പൂനാരി ഹാജറ. അസ്സലാമു അലൈക്കും. ആകെയും ഹാദി മുനീറേ, ആദരം കൊണ്ട് സുറൂറേ, ആരിലും കൗതുകമേകിയ കാരുണ്യ പൊൻകമറേ, ആലം ആകെയും ഹാദി മുനീറേ, ആദരം കൊണ്ട് സുറൂറേ, ആരിലും കൗതുകമേകിയ കാരുണ്യ പൊൻകമറേ, മധുരം മഹിയിൽ മതബോധകരേ, മധുരം മഹിയിൽ മതബോധകരേ, അകനിറമാത്മബോധം പറഞ്ഞവരെ, അലിഫിൻ പ്രഭാമേ ഉയർന്നവരെ, അതിനീജലോകം നിഷാദീനായവരേ, അല്ലാഹുവിൻ്റെ റസൂലേ, നല്ല സുഹൃത്ത സബീലേ, നല്ല ഗുണത്തിനു ചേലേ, ചൊല്ലാം സലാം അവരാലേ, ആലം ആകെയും ഹാദി മുനീറേ, ആദരം കൊണ്ട് സുറൂറേ, ആരിലും കൗതുകമേകിയ കാരുണ്യ പൊൻകമറേ, അരുൾ സത്യവേദം അതിൽ കോർത്ത ജീവിതം, അരുൾ സത്യവേദം അതിൽ കോർത്ത ജീവിതം, അത് മികവ് കവിയുമായി നേരിലേറിടാനായിരങ്ങൾ വന്നെത്തി, അലിവാല വഴുതിടും കരമിൽ തഴുകിയും സ്നേഹ സുന്ദരമാ കീർത്തി, ത്വാഹ ത്വാഹ നബി അഖിലം വരവേറ്റ താരമേ, താജ സുഖസരണി ഒളിവായ താരമേ, അംബർ സുഗന്ധം അംബിയരാജ സൈദി, അംബർ സുഗന്ധം അംബിയരാജ സൈദി, അർത്ഥാമനത്തമ സത്യസ്രാത്തിൻ മുത്ത് നബി, അർത്ഥാമനത്തമ സത്യസ്രാത്തിൻ മുത്ത് നബി, ആലം ആകെയും ഹാദി മുനീറേ, ആദരം കൊണ്ട് സുറൂറേ, ആരിലും കൗതുകമേകിയ കാരുണ്യ പൊൻകമറേ, വാഹനം ബുറാക്കിൽ വാനമേഴുമേറി, വാഹനം ബുറാക്കിൽ വാനമേഴുമേറി, പരനഹദിനാകമിഴി കൊണ്ട സ്വാഹിബുൽ മിഅ്റാജി പുകൾ തേൻ കണ്ണമ്മേ, വരമന്ന് മുഞ്ചിലായി 5 വക്തുകൾ അരവിലറിഞ്ഞ് പ്രയാണമേ, നൂറേ 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 നബി മലരേ മെഹബൂബ് തിങ്കളേ, റൂഹേ അർവാഹിൽ കണമായ പൊൻപൂവേ, ഇഷ്കിൻ വഴിയിൽ ഇതലിടുമീശൽ മഴേ, ഇഷ്കിൻ
വഴിയിൽ ഇതലിടുമീശൽ മഴയെ അർത്താമതത്തമ സത്യസിറാത്തിൻ മുത്തുനബി അർത്താമതത്തമ സത്യസിറാത്തിൻ മുത്തുനബി ആലം ആകെയും ഹാദി മുനീറേ ആദരം കൊണ്ട് സുറൂറേ ആരിലും കൗതുകമേകിയ കാരുണ്യ പുൻകമറേ السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين കൽബിലെന്ന് ഒരേ താളം നിലാപെരുന്നാൾ തക്ബീറൊലികൾ നോമ്പ് കാലം നീന്തി നീന്തി വെണ്ണിലാവേ നേരെ വന്നോ നബി തങ് അലിയാരുടെ ഓമന ബീവി നബി തങ്ങടെ ഫാത്തിമ ബീവി അലിയാരുടെ ഓമന ബീവി നബി തങ്ങടെ ഫാത്തിമ ബീവി അമ്പഴും മക്കയിലാവു കണ്ട് തക്ബീർ വിളിക്കാനായി മണലോട് മണൽ കാട്ടിൽ അത്തറിൻ കാറ്റു വന്ന് അലിയാരുടെ ഓമന ബീവി നബി തങ്ങടെ ഫാത്തിമ ബീവി കൽബിലെന്ന് ഒരേ താളം നിലാപെരുന്നാൾ തക്ബീറൊലികൾ നോമ്പ് കാലം നീന്തി നീന്തി വെണ്ണിലാവേ നേരെ വന്നോ ഖാജാ മഹബൂബിൻ തിരുവരുളാലെ രാവേറെ ചൊല്ലാൻ 1000 തഹ്ലീലുകൾ ദൂരെ പുണ്യമാസം പോയി മറയുന്നു ഹറമിൻ പടിയോളം രാവുണർത്തും പാട്ടുകൾ പാടിടും പെൺകൊടി ആരാണു നീ ദൂരെ രാക്കുയിലൊന്ന് ഗസലാടുകൾ തോന്നുന്നു പെരുന്നാൾ പിറകണ്ടേ ഫാത്തിമ അലിയാരുടെ ഓമന ബീവി നബി തങ്ങടെ ഫാത്തിമ ബീവി അമ്പഴും മക്കയിലാവു കണ്ട് തക്ബീർ വിളിക്കാനായി മണലോട് മണൽ കാട്ടിൽ അത്തറിൻ കാറ്റു വന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഹംദും സ്വലവാത്തും ദിക്റുകളെല്ലാം ഇന്ത പനമേലെ മൂളിടും രാകാറ്റുകൾ ഈണം കൊണ്ടീണം മൂടുകയായി മക്കാമൊരു മണ്ണിൽ പാറിടും രാപ്പാടികൾ ഖാജാ മഹബൂബിൻ
തിരുവരുളാലെ ഖോജ മഹബൂബിൻ തിരുവരുളാലെ കള്ളിമുൾക്കാടുകൾ കൺതുറന്ന് ഖോജ തിങ്കൾ ഖോജ നബിയുടെ മകൾ ഫാത്തിമ പെരുന്നാൾ പിറക്കുണ്ട് മക്കയിൽ അലിയാരുടെ ഓമന ബീവി നബി തങ്ങളുടെ ഫാത്തിമ ബീവി അലിയാരുടെ ഓമന ബീവി നബി തങ്ങളുടെ ഫാത്തിമ ബീവി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാന്ത സുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാന്ത സുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. അജബുകൾ അനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിയായി കനിഞ്ഞൊരു നബിയാണ്, അഹദവനകിലരിയായി കനിഞ്ഞൊരു നബിയാണ്. ജിഅ്തു ഇലാ റൗളതിക قلبا معشوقا جئت إلى روضتك قلبا معشوقا. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാന്ത സുഖമാണ്, വഴികളിൽ സുഗന്ധപ്പുമണമാണ്. അകലെ ഓർമ്മകൾ വസിക്കുന്നൊരിടമാണ്, അരികിൽ ചേർന്നിടാൻ കൊതിക്കുന്നൊരഴകാണ്. എന്നും മദീനത്തായി എൻ്റെ മധുഹൊഴുകും, ഒന്ന് കാണാനായി എൻ കൽബും കൊതി പറയും. എന്നും മദീനത്തായി എൻ്റെ മധുഹൊഴുകും, ഒന്ന് കാണാനായി എൻ കൽബും കൊതി പറയും. മതിമലരെ മധുവഴകേ മദിനബി മഹബൂബേ, മതിമലരെ മധുവഴകേ മദിനബി മഹബൂബേ. ജിഅ്തു ഇലാ റൗളതിക കൽബൻ മഅശൂകാ, ജിഅ്തു ഇലാ റൗളതിക കൽബൻ മഅശൂകാ. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാന്ത സുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. നിറയും കണ്ണുനീർ ഇശകളിൽ ഇശലൊഴുകും, ഇടരാദാശയിൽ വിരഹത്തിൻ വ്രതമൊരുക്കും. എന്നും ചുണ്ടിൽ മുത്തിൻ സ്വലവാത്ത് നിറയും, മുത്തിൻ മദീനത്തായി എൻ്റെ കനവുറങ്ങും. എന്നും ചുണ്ടിൽ മുത്തിൻ സ്വലവാത്ത് നിറയും, മുത്തിൻ മദീനത്തായി എൻ്റെ കനവുറങ്ങും. നിനവുകളിൽ നിറമലരായി വിടരുമൻ മദിനൂറേ, നിനവുകളിൽ നിറമലരായി വിടരുമൻ മദിനൂറേ. ജിഅ്തു ഇലാ റൗളതിക قلبا معشوقا, جئت إلى روضتك قلبا معشوقا. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാന്ത സുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. അജബുകൾ അനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിയായി കനിഞ്ഞൊരു നബിയാണ്. അജബുകൾ അനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിയായി കനിഞ്ഞൊരു നബിയാണ്. ജിഅ്തു ഇലാ റൗളതിക
قلبا معشوكا جئت إلى روضتك قلبا معشوكا قلبا معشوكا. السلام عليكم ورحمة الله. പണ്ടേ മദീനയെ പാടി ഞാനെന്നും പേരിൽ ഹബീബിൻ്റെ ഖാദിമായി അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ന് മാദിഹ എന്നും മുഹിബിൻ്റെ മുന്നിൽ മദ്ഹെത്ര പാടി ഞാൻ ഇന്നെൻ്റെ ജോരിലായി അന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറിലായി പണ്ടേ മദീനയെ പാടി ഞാനെന്നും പേരിൽ ഹബീബിൻ്റെ ഖാദിമായി അന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറിലായി റൗളയിൽ പോകാനീ കൽപൂർണം നല്ല തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല നേരിപ്പുകയും മനസ്സല്ലാതില്ല അന്നേ പറയാനോ തെറ്റല്ലാതില്ല പറഞ്ഞു പറഞ്ഞു പകലിരവുകൾ ഉണിഞ്ഞുവല്ലാതെ പാദം ചേർക്കണം വൈകാതെ പണ്ടേ മദീനയെ പാടി ഞാനെന്നും പേരിൽ ഹബീബിൻ്റെ ഖാദിമായി അന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറിലായി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകം മുഴുവൻ ഇസ്ലാമിനെയും പ്രവാചകനെയും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചക മഹത്വത്തെക്കുറിച്ച് ലോകത്തെ മുഴുവൻ അറിയിക്കൽ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മുഴുവൻ ലോകത്തിലേക്കല്ലാതെ താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മുഴുവൻ ലോകത്തിലേക്ക് കാരുണ്യത്തോടെ അല്ലാതെ താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. മുഹമ്മദ് എന്ന നാമം നൂറ്റാണ്ടുകളായി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് ഉച്ചരിക്കുന്നത്. ആ നാമം കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികളുടെ ഹൃദയങ്ങൾ വികാരങ്ങൾ കൊണ്ട് ത്രസിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന യാഥാർത്ഥ്യം ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് പള്ളികളിൽ നിന്ന് 5 നേരം മുസ്ലിങ്ങളുടെ നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന ആ ബാങ്കിലൂടെ കേൾക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ അത് കേൾക്കുക മാത്രമല്ല, പ്രവാചകൻ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ചരിത്രത്തിൽ മറ്റൊരു വ്യക്തിക്കും സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത
ഈ അത്ഭുത പ്രതിഭാസം 14 നൂറ്റാണ്ടുകളായി നീണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യ സ്പന്ദനം ഈ ലോകത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാലത്തോളം ഇത് തുടർന്നുകൊണ്ടിരിക്കും. എത്രയേറെ സ്നേഹിക്കപ്പെട്ടതും ബഹുമാനിക്കപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതും അനുകരിക്കപ്പെട്ടതും എങ്കിൽ ഒരിക്കൽ പോലും ആരാധിക്കപ്പെടാത്ത ഒരു വ്യക്തി ഈ ചരിത്രത്തിൽ കൂടെ കടന്നുപോയിക്കില്ല. ഇതുകൂടെ എൻ്റെ പ്രസംഗം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. قمر سيدنا النبي قمر وجميل سيدنا النبي وجميل قال العادل آلابي الله الله وأذن الآلاء ربي الله الله وإذن السعادن الآراء الله الله وأنا ليل العالم الله الله وقدن الآداء يا بالله الله قمر سيدنا النبي قمر وجميل سيدنا النبي وجميل يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا حبيب سلام عليكم يا رسول سلام عليكم يا شفيع يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. السلام عليكم.